പ്ലസ് ടുവിന്റെ കൂടെ വന്നിട്ട് സ്കോർ എത്രയാണ്? 463. ഇവിടെ +1 +2 ട്യൂഷൻ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് 682 സ്കോർ ആയിരുന്നു കിട്ടിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്ര സ്കോർ വന്നിട്ടുണ്ടായിരുന്നു? 604. പ്ലസ് ടുവിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? +2 ആയപ്പോൾ അതൊക്കെ കുറഞ്ഞു. നിങ്ങൾ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനത്തെ പ്രോഗ്രാമോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാ ദിവസവും ക്ലാസ്സിന് വരും. ക്ലാസ് മിസ്സാക്കുന്ന ക്ലാസ് മിസ്സാക്കി. സ്കൂളിൽ കുറെ ക്ലാസ് മിസ്സാക്കി. ഇവിടുത്തെ ക്ലാസ്സിന് വരും, ഇവിടെ ലീവ് എടുക്കൂല. ലീവ് എടുക്കുകയാണെങ്കിൽ അത് സ്കൂളിൽ എടുക്കുള്ളൂ. എക്സാം ഒക്കെ എഴുതലുണ്ട്, പഠിക്കലില്ല. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി? ഉറക്കൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ 7 മണിക്കൂർ നമ്മൾ റിപ്പീറ്റ് ചെയ്യണ ഭയങ്കര റിലാക്സ് ആയിട്ട് പോയിരുന്നു. അത്ര സ്ട്രെസ് ഒന്നും ഇല്ലായിരുന്നു. ആദ്യം നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നുള്ളത് ആദ്യം ഒരു തീരുമാനമാക്കണം. ഒരു ബോറിംഗ് ആയിട്ടൊരു സാധനമാണെങ്കിൽ എന്ത് ചെയ്യാം? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് കഴിഞ്ഞ വർഷം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നീറ്റ് 2024 ക്വാളിഫൈ ചെയ്ത് കേരളത്തിലെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥിനികളാണ്. അവരെ പരിചയപ്പെടാം. ഞാൻ മിന്ന ബക്കർ. എൻ്റെ വീട് കാടാമ്പുഴയിലാണ്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. ഞാൻ ദിയ. ഞാൻ പുത്തന്താണിയാണ് വീട്. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. ഓക്കെ. ഒരാള് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും മറ്റൊരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന MBBS ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളാണ്. കഴിഞ്ഞ വർഷം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്ത് നല്ല മാർക്കോടുകൂടി നീറ്റ് ക്വാളിഫൈ ചെയ്ത് കേരളത്തിലെ തന്നെ ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ ആണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു അക്കാഡമിക് ജേണി, ഇപ്പോൾ മിന്ന എവിടെയാണ് സ്കൂളും അതേപോലെ തന്നെ +1 +2 ഒക്കെ പഠിച്ചത്? ഞാൻ ഹൈസ്കൂള് പഠിച്ചത് ഇവിടെ PKM-ലാണ്, എടരിക്കോട്. പിന്നെ ഹയർ സെക്കൻഡറി MSMHSS കലിങ്ങപ്പറമ്പിൽ. പിന്നെ ഇവിടെ +1 +2 ട്യൂഷൻ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് 682 സ്കോർ ആയിരുന്നു കിട്ടിയത്. പ്ലസ് ടുവിന്റെ കൂടെ വന്നിട്ട് സ്കോർ എത്രയാണ്? 463. 463. ഓക്കെ. ദിയാന്റെ അക്കാഡമിക് ആയിട്ട് എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ സ്ഥലത്താണ് പഠിച്ചത്? ഞാൻ ഹൈസ്കൂള് ബാഫക്കിലായിരുന്നു. പിന്നെ ഹയർ സെക്കൻഡറി GVHS കൽപ്പഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ. പിന്നെ +1 +2 ട്യൂഷന് രണ്ടുപേരും ട്യൂഷൻ ഇവിടെ ഒരു ക്ലാസ്സിലായിരുന്നു. പിന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു. പിന്നെ 675 സ്കോർ വന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്ര സ്കോർ വന്നിട്ടുണ്ടായിരുന്നു? 604. അന്ന് കട്ട് ഓഫ് വന്നത് 614 ഓൾ ഇന്ത്യ റാങ്ക് ഐ തിങ്ക് 610 വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. സോ വളരെ ചെറിയൊരു മാർക്കിനാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്ലസ് ടുവിന്റെ കൂടെ ദിയക്ക് ആക്ച്വലി നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതിരുന്നത്. ഏതായാലും രണ്ടുപേരും ഒരു വർഷം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, പ്ലസ് ടുവിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? പ്ലസ് ടു ഒരു 2 വർഷം +1 +2 ഇവിടെ ട്യൂഷന് വന്നിട്ട് നമ്മളെ നാട്ടിലുള്ള സ്കൂളുകളിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് രണ്ടുപേരും. സോ +2 എന്തൊക്കെ ചെയ്തിരുന്നു? ഒരു നീറ്റിന് വേണ്ടിയിട്ട്, അതായത് ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു? നമ്മള് ഇവിടെ എക്സാം നടക്കും ആഴ്ചയിലൊക്കെ. അത് നല്ലപോലെ അതിൽ കുറച്ചൊക്കെ പഠിച്ചിട്ട് പിന്നെ കാര്യമായിട്ട് നീറ്റ് കിട്ടണം എന്ന് വെച്ചിട്ട് കുറെ വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ട്യൂഷൻ ചേരുമ്പോ +1 ഒക്കെ ഭയങ്കര ഇതൊക്കെ നോക്കിയിരുന്നു. പിന്നെ +2 ആയപ്പോൾ അതൊക്കെ കുറഞ്ഞു. വല്ലാണ്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചാപ്റ്റേഴ്സ് എല്ലാതും ബേസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നു. എന്താണ് ഏതാണെന്നൊക്കെ അറിയായിരുന്നു. തീരെ പഠിക്കാതിരുന്നിട്ടില്ല. പിന്നെ ക്രാഷിനാണ് കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നത് +2 സമയത്ത്. ഓക്കെ. എൻട്രൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനത്തെ പ്രോഗ്രാമോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതിനൊക്കെ പങ്കെടുത്തിട്ടില്ല. അതെ ചോദിക്കുന്നത്, പങ്കെടുത്ത് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, ഫൈൻ. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ +2ന്റെ കൂടെയുള്ള ക്ലാസ്സുകളിലൊക്കെ പ്രോപ്പർ ആയിട്ട് എല്ലാ ദിവസവും ക്ലാസ് മിസ്സാക്കുന്ന കുറെ ക്ലാസ് മിസ്സാക്കി. ഇവിടുത്തെ ക്ലാസ്സിന് വരും, ഇവിടെ ലീവ് എടുക്കൂല. ലീവ് എടുക്കുകയാണെങ്കിൽ അത് സ്കൂളിൽ എടുക്കുള്ളൂ, എന്തെങ്കിലും ലീവ് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ +2ന്റെ ഒരു അവസാനമായി ക്രാഷിന് പ്രിപ്പയർ ചെയ്തു. ദിയ എക്സാം ഒക്കെ എഴുതി. മിന്ന എക്സാം ഒക്കെ എഴുതലുണ്ടായിരുന്നു? എക്സാം ഒക്കെ എഴുതലുണ്ട്, പഠിക്കലില്ല. +2ന്റെ കൂടെ കാര്യമായിട്ട് മാർക്കൊന്നുണ്ട്. നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു +2ന്റെ കൂടെ? ഇല്ല. ചാമ്പ്യനൊക്കെ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ, കുറെ ഒക്കെ ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുക എന്നൊരു തീരുമാനത്തിൽ എപ്പോഴെത്തിയേ? +2 തുടങ്ങിയപ്പോ തന്നെ തീരുമാനിച്ചു? +2 തുടങ്ങിയപ്പോ ഒക്കെ വലിയ ആവേശമായിരുന്നു. എന്തായാലും ഒന്ന് ആഞ്ഞു പിടിച്ചാ +2ന്റെ ഒപ്പം തന്നെ കിട്ടും, മോട്ടിവേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ +2 ലാസ്റ്റ് ആയപ്പോ ക്ലാഷ് ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി തീരൂല. അപ്പൊ എന്തായാലും റിപ്പീറ്റ് ഇവിടെ തന്നെ ചേരണം, എന്തായാലും അതിനൊക്കെ തയ്യാറെടുത്തിരുന്നു.
അതിനൊക്കെ തയ്യാറെടുത്തിട്ടുണ്ട്. ദിയന്റെ കേസിലോ റിപ്പീറ്റ് എന്നുള്ള അവസ്ഥയ്ക്ക് എപ്പോഴും എത്തിയ തുടക്കത്തിലൊക്കെ വീട്ടുകാരൊക്കെ പറയും പ്ലസ് വണ്ണിന്റെ പ്ലസ് വണ്ണൊക്കെ പ്ലസ് വൺ തന്നെ പറയും പറ്റുന്നൊക്കെ പറയും. എങ്ങനെ പ്ലസ് ടുവിന്റെ കൂടെ പറ്റുന്ന പഠിച്ചാലൊക്കെ നമുക്ക് പറ്റുന്നൊക്കെ പറയും. ചെറിയ മാർക്കിനാണെന്ന് മിസ്സായിട്ടുള്ളത്. 2-3 ക്വസ്റ്റ്യൻ റെഡി ആയിരുന്നെങ്കിൽ പക്ഷെ അപ്പോഴൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ക്രാഷ് തുടങ്ങിയപ്പോ ഫസ്റ്റ് എക്സാമിന് കുറച്ച് മാർക്ക് ഉണ്ടായിരുന്നു. വിചാരിച്ച് കിട്ടിയ കാരണം പിന്നെ അവസാനമായപ്പോ കിട്ടൂല. സോ കിട്ടൂലെന്ന് ഉറപ്പായതോടുകൂടി റിപ്പീറ്റ് എന്നുള്ള അപ്പൊ തന്നെ കൺഫേം ആയി. ഓക്കെ, യൂണിവേഴ്സൽ അല്ലാതെ വേറെ ചോയ്സസ് ഉണ്ടായിരുന്ന ഇല്ല. ഞാൻ ഇവിടെ തന്നെ ആദ്യം ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കേസിൽ അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി? അതായത് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റ് എങ്ങനെയൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. പ്ലസ് 1 പ്ലസ് 2ന്റെ കൂടെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹൈ ലെവലിൽ ഇന്റൻസീവ് ആയിട്ട് പ്രോബ്ലംസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത്. സോ പ്ലസ് 2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റ് എന്ത് മാറ്റങ്ങൾ വരുത്തണം, നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്? കുറച്ചും കൂടി സമയം നമുക്ക് പഠിക്കാനും കിട്ടുമല്ലോ, അപ്പൊ അത് മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കാം. അതായത് പ്ലസ് 1 പ്ലസ് 2ന്റെ കൂടെ ഫുൾ ടൈം ഒന്നും പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നീറ്റിന് വേണ്ടിയിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല, അധികം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ നമ്മൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് വേറെ ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഹോസ്റ്റലിലും ആയിരുന്നു. പിന്നെ ഇടയ്ക്കൊരു നമ്മൾ കുറച്ചൊക്കെ ബ്രേക്ക് എടുത്ത് പഠിക്കുക എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയി പഠിക്കണം എന്നല്ല, നമുക്ക് പഠിക്കണ വരെ നമ്മളൊരു സാച്ചുറേറ്റഡ് ആവണ വരെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. തീരെ ക്വസ്റ്റ്യൻ ഒന്നും പ്ലസ് 1 പ്ലസ് 2 സമയത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എളുപ്പമുള്ള അതേപോലെ കൺസെപ്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഓരോ കൺസെപ്റ്റും പഠിച്ചതിന് ശേഷം അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. ഫുൾ ടൈം പഠിക്കാം. ഫുൾ ടൈം ഇൻ ദ സെൻസ് ഉറക്കൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ 7 മണിക്കൂർ ആവശ്യത്തിന് ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം വേറെ നമ്മള് ഉറക്കം നമുക്കൊരു ആവശ്യമുള്ള സംഭവമാണ്. അതല്ലാതെ ഉറക്കൊഴിച്ച് പഠിക്കുന്ന അഭിപ്രായം എന്താ? ഉറക്കൊഴിച്ച് പഠിക്കുന്ന പരിപാടിയില്ല, ഉറങ്ങിയിട്ടുള്ള ബാക്കി പരിപാടി. ഓക്കെ, സോ ഉറക്കം പോലുള്ള നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള സമയം പരമാവധി പഠിത്തത്തിന് ബ്രേക്ക് ഒക്കെ എടുക്കാം. ഓക്കെ, ശരി. അത് എന്ന് പറയുമ്പോൾ വായിക്കാം, സബ്ജക്ട് പഠിക്കാം, ക്വസ്റ്റ്യൻസ് ചെയ്യാം, ഇതൊക്കെ തന്നെ ഇങ്ങനെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കാം. ഡിഎന്റെ കേസിൽ എന്തെങ്കിലും പ്രത്യേകം കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇങ്ങനെയൊക്കെ തന്നെയാണോ പോയിരുന്നത്? ഞാൻ കുറച്ചും കൂടി എനിക്ക് ഒറ്റ സ്ട്രെച്ച് കുറെ നേരം പഠിക്കാൻ പറ്റൂല. കുറച്ച് ഇപ്പൊ ബയോളജി പഠിച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാല് ഒരു ടോപ്പിക് ഒക്കെ കഴിഞ്ഞാല് പിന്നെ കുറച്ച് ഫിസിക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യും. അങ്ങനെ എന്നിട്ട് വേറൊരു ടോപ്പിക് കിടക്കും. ഓക്കെ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? റിലാക്സ്ഡ് ആയിരുന്നോ അതല്ല ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നോ? കിട്ടോ എന്നുള്ള ബേജാറോട് കൂടിയാണോ പഠിച്ചത്? ലാസ്റ്റ് എത്തുമ്പോ അങ്ങനെയൊക്കെ പിന്നെ അത്ര ബേജാറാവണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അങ്ങനെയാണോ സംഭവിച്ചത്? അങ്ങനെയൊക്കെ തന്നെ. ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ? ഞങ്ങളെ എല്ലാരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അത് ഈ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം എല്ലാത്തിലും ഉണ്ട്. അക്കാഡമിക്സിലുണ്ട്. എല്ലാരും കൂടെ അത് അതിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. നമ്മളെ റിപ്പീറ്റ് ചെയ്യണ കാലത്ത് ഭയങ്കര റിലാക്സ് ആയിട്ട് പോയിരുന്നു. അത്ര സ്ട്രെസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാരും സ്ട്രെസ് അടിച്ചിരിക്കുമ്പോ എനിക്ക് അത്ര സ്ട്രെസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു 1 ഇയറിന്റെ എഫേർട്ട് മൊത്തം ഒരു സിംഗിൾ ഡേയിലുള്ള ഒരു 3 hour എക്സാമിലേക്ക് നമ്മൾ ഒതുക്കുക എന്നുള്ള ആ ഒരു പോയിന്റ് തന്നെ സ്ട്രെസ്ഫുൾ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റ് എങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ആദ്യം നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നുള്ളത് ആദ്യം ഒരു തീരുമാനമാക്കണം. അതായത് നമ്മൾ പ്ലസ് 1 പ്ലസ് അത് ഒരു എക്സാം ഒക്കെ എഴുതുമ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കത് അറിയോ ഇല്ല എന്നുള്ളത്. ഓക്കെ, തീരുമാനമാക്കണം. എന്നിട്ട് അപ്പോൾ നമുക്ക് തീരെ അറിയാത്ത ടോപ്പിക് നമ്മൾ തുടക്കം മുതലേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ കൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ സാർമാരോട് ചോദിച്ചിട്ടോ ക്ലാസ്സിൽ നിന്നോ, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ NCERT ഒന്ന് വായിക്കണം. ഫിസിക്സ് അല്ല ഞാൻ പറഞ്ഞത്, ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരും. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ മറ്റേ അതിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊക്കെ നല്ല ബേസിക് ക്വസ്റ്റ്യൻസാ. ഏകദേശം അത് തന്നെയാണ് നീറ്റിന് വരിക. അപ്പൊ അതൊക്കെ ചെയ്ത് ഞാൻ ചെയ്തൊക്കെയുണ്ട്. ചിലതൊന്നും കിട്ടൂല, എന്നാലും ഒരു കൺസെപ്റ്റ് ഒക്കെ ഒരു റെഡി ആവും. കറക്റ്റ് ആണ്. അതായത് കൺസെപ്ച്വലി സ്ട്രോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിന്റെ പുറകിൽ ഉണ്ടാവുക. അത് ചെയ്യുക എന്നുള്ളൊരു നിർബന്ധമുള്ള കാര്യമല്ല, ബട്ട്
നിങ്ങളൊരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക്കിൽ അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന്റെ മുകളിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റ് എങ്ങനെ ഇത് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകും? അപ്പോൾ ദിയ പറഞ്ഞത് നമുക്ക് എന്ത് അറിയണം എന്തറിയില്ല എന്ന് തീരുമാനമാക്കിയിട്ട് അതിന്റെ മുകളിൽ അറിയാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ ടൈം ആൻഡ് എഫേർട്ട് കൊടുത്ത് സ്പെൻഡ് ചെയ്ത് കൊണ്ടുപോകുക. അറിയുന്ന കാര്യങ്ങൾ മറക്കാണ്ടിരിക്കാൻ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് നമ്മളൊരു സ്റ്റഡീസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകണം? ഒരു എക്സാം ഒക്കെ നടത്തുമ്പോൾ ആ എക്സാമിന്റെ ടോപ്പിക് വെച്ചിട്ട് നമ്മൾ പഠിച്ചു പോയാലും കുറെ നന്നായിരിക്കും. കാരണം റിപ്പീറ്റ് ചെയ്ത് ഒരു എക്സാം നടത്തുമ്പോൾ നമ്മൾ വീണ്ടും അത് റിവൈസ് ചെയ്ത് പഠിച്ചു പോകും. പിന്നെ എക്സാം എഴുതുമ്പോൾ നമ്മൾ ഏതൊക്കെ പഠിക്കാത്തതെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യന്മേ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏതാ കൺസെപ്റ്റ് ഏതാ അറിയാത്തതെന്ന് മനസ്സിലാവും. പിന്നെ എക്സാം എഴുതുമ്പോൾ നമ്മൾ ടൈമും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ എക്സാമിലൂടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന കാര്യമാണ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് വളരെ എല്ലാ ഇപ്പോൾ 3 സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 3 സബ്ജക്റ്റിലും എല്ലാ ടോപ്പിക്കും എല്ലാവർക്കും ഈസി ആയിട്ടുള്ളോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗോ ആവണമെന്നില്ല. ഒരു ബോറിംഗ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ എന്ത് ചെയ്യാം? ബോറിംഗ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഏതൊരു ചാപ്റ്റർ അങ്ങനെ ഉണ്ടോ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഓർഗാനിസം പോപ്പുലേഷൻ പോലുള്ള ചാപ്റ്റർ രണ്ടാക്കും ഉണ്ടായിരുന്ന പ്രശ്നം? ചാപ്റ്ററിന്റെ പേരൊക്കെ മറന്നുപോയി. അല്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ വായിക്കുമ്പോ ഭയങ്കര ബോറായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം? അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കാം. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള അറ്റ്മോസ്ഫിയർ ഹോസ്റ്റലിൽ ഓക്കെ ആയിരുന്നു, അതിനൊന്നും പ്രയാസം ഉണ്ടായിട്ടില്ല. ടെറസ് പോയി കണ്ട് ചെയ്യും. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ? പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ നമ്മളപ്പോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോ നമ്മൾ നന്നായിട്ട് വായിക്കും. അല്ല, ബയോളജി നമ്മൾ ഓരോ ലൈനും അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഉള്ളിൽ ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര ഉള്ളത് തന്നെ ആയിരിക്കും, ടെക്സ്റ്റിൽ ഉള്ളത് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അപ്പൊ അവർക്ക് ഉത്തരം കിട്ടൂല. അപ്പൊ ആ ഒരു സുഖം തിരിച്ചു ചോദിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക എന്നുള്ളത് ഇതൊക്കെ നീറ്റിന് വരാവുന്ന സംഭവങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ എന്നുള്ള സംഭവങ്ങൾ ആ ഒരു ഫോമിൽ നമ്മളായിട്ട് മൈൻഡിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ആ സാധനം നമ്മൾ മറക്കൂല. കാരണം നമ്മളെപ്പോഴും നമ്മളെ മൈൻഡിൽ ഉണ്ടാവും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ അത്ര പെട്ടെന്ന് മറന്നു പോകുന്നൊരു കാര്യമില്ല. ഓക്കെ, ഫൈനലി ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റിന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? ഇന്നത് ചെയ്യരുത്, നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾ ചെയ്തിട്ട് അത് അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും, ഡോൺസ്, ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയൂലേ, അതേപോലെ ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? അതായത് സാധാരണഗതിയിൽ പല ആൾക്കാരും ചിലത് ഇങ്ങനെയൊക്കെ ആണ് പഠിക്കേണ്ടത് എന്ന് വിചാരിക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്കുകൾ, കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? നീറ്റിന് പഠിക്കുമ്പോൾ നമുക്ക് നീറ്റിന്റെ ലെവലുള്ള ക്വസ്റ്റ്യൻസ് മതി നമുക്ക്. ഓക്കെ, അതായത് നീറ്റിനൊരു 80% സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പൊ നമ്മൾ ആദ്യം റെഡി ആക്കേണ്ടത് ആ ബേസില് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസാ. പിന്നെയാണ് നമ്മൾ ടഫ് ക്വസ്റ്റ്യൻസ് പോകേണ്ട ആവശ്യം. അങ്ങനെ ചെയ്തിട്ടുണ്ട്? ടഫ് ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ടോ? ഇടക്കാരെ ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോൾ ചെയ്യും. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറയണ്ട അതുപോലെ? അതായത് ഇപ്പൊ വിദ്യ പറഞ്ഞ് ഞാൻ നിങ്ങളെ ക്ലാരിഫൈ ചെയ്യാം. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എക്സാമിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഫൈനൽ കംപ്ലീറ്റ് ചെയ്തിട്ട് മതി അതിന് മുകളിലുള്ള ലെവലിലേക്ക് പോകുന്നത്. അല്ലാതെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഹയർ ലെവലിലുള്ള സാധനം, ഒരു ജെയിന്റെ മെയിൻസിന്റെ ലെവലിലോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറമുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഒരിക്കലും പോകേണ്ട കാര്യമില്ല. പിന്നെ എന്തെങ്കിലും പറയണം അതുപോലെ? നമ്മള് വായിച്ചു മാത്രം, ബയോളജി ഒന്നും വായിച്ചു മാത്രം പഠിക്കാതിരിക്കരുത്. വായിച്ചു മാത്രം, അതായത് വെറും വായന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞതിൽ നിന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് പറയണ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കാം. അതും ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കരുത്. ബയോളജി ഒക്കെ അറിയാന്ന് കരുതി ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കരുത്. ഈ ചാപ്റ്റർ എനിക്ക് അറിയാമെന്നെല്ലാം മറിച്ച് കളയാതെ ആ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക, എന്നാലേ ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് നീറ്റ് കിട്ടുമോ? ഇതൊക്കെ തന്നെയാണോ ചെയ്യേണ്ടത്? കുറച്ചൊക്കെ ഭാഗ്യം ഭാഗ്യമാണ്. ഓക്കെ, സോ ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ളത്. റിലാക്സ്ഡ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് നല്ല റാങ്കോട് കൂടി നീറ്റിൽ കേരളത്തിലെ മികച്ച മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. സോ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും സാധാരണ വരുത്തുന്ന ചില മിസ്റ്റേക്സ് ഒക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത്. ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നതിൽ വളരെ വലിയ നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.